ഇപ്പോൾ ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിച്ച ഘട്ടത്തിൽ ഏറ്റവും പുതിയ പുരോഗതികൾ എത്തുന്നു. അവിടെ നിന്നും സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിജു, ഈ ലോറിയുടെ ദിശ, ടയർ, അതിൽ നിന്നുള്ള തടി ഒക്കെ കിട്ടുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നും നൽകാനാകുന്നത്? അജിംഷാദ്, ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വർ മാൽപ്പ ഇന്ന് രാവിലെ മുതൽ ഈ പുഴയിൽ, ഗംഗാവാലി പുഴയിൽ മുങ്ങി പരിശോധന നടത്തുകയാണ്. അതിനിടെയാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. ഈശ്വർ മാൽപ്പെ മുങ്ങി പരിശോധന നടത്തിയപ്പോൾ ഒരു ട്രക്കിന്റെ ടയർ കണ്ടെത്തിയിരുന്നു. ട്രക്കിന്റെ ടയർ ഭാഗം കണ്ടെത്തിയതായി അല്പസമയം മുമ്പാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിനു പുറമെ മറ്റൊരു വാഹനത്തിന്റെ മുൻഭാഗത്തിനുള്ള ചെറിയ ഭാഗങ്ങൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പരിശോധന തുടരുകയാണ്. ഇന്ന് രാവിലെ 8:45 മുതലാണ് ഗംഗാവാലി പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹം മുങ്ങി പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരം വിവരങ്ങൾ ലഭിച്ചത്. രാവിലെ അർജുന്റെ ട്രക്കിലുണ്ടായിരുന്ന മരത്തിന്റെ തടി, മരക്കഷ്ണം കണ്ടെത്തിയിരുന്നു. അത് അർജുന്റെ ട്രക്കിലുണ്ടായിരുന്നതാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ മുങ്ങി പരിശോധന നടത്തുകയാണ്. അതിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത്. അല്പസമയം മുമ്പ് കർവാർ MLA സതീഷ് സെയിൽ, SP ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. വളരെ ചെറിയ യോഗമായിരുന്നു എങ്കിലും ഇതുവരെ നടന്ന കാര്യങ്ങൾ വിലയിരുത്തി പ്രധാനമായും ഈ ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അത് ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രഡ്ജറിനകത്ത് നിലവിൽ ഒരു ക്രെയിൻ സംവിധാനമുണ്ട്. അതിന് പുറമെ കൂടുതൽ ക്രെയിൻ സംവിധാനം എത്തിക്കുമെന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2 ക്രെയിനെങ്കിലും അധികം കൊണ്ടുവന്നുകൊണ്ട് ഈ ട്രക്ക് ഉയർത്താനുള്ള ശ്രമം ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിലയിലേക്ക് തെരച്ചിലെത്തിയിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ, 3ാം ഘട്ട ദൗത്യത്തിൽ ആദ്യ ദിവസം തന്നെ പരിശോധനയിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ഈ ട്രക്ക് അർജുൻ്റേതാണോ എന്ന് ഉറപ്പിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ ടയർ ഭാഗം മാത്രമാണ് കാണാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുകയാണ്. തലകീഴായി നിൽക്കുന്ന നിലയിലാണ് ഇതുള്ളത് എന്നാണ് പറയുന്നത്. 15 അടി താഴ്ചയിലാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ ട്രക്ക് അവിടെ നിന്ന് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റൊരു വാഹനത്തിൻ്റെ ഭാഗം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് വാഹനം എന്നതാണ് ഒരു ചോദ്യം ഉയർന്നത്. കാരണം നേരത്തെ അർജുൻ്റെ വാഹനം മാത്രമാണ് കണ്ടെത്താനുണ്ടായിരുന്നത് എന്നാണ് ഇവിടെ നിന്ന് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ മറ്റൊരു വാഹനത്തിൻ്റെ ഭാഗം കൂടി, മുൻഭാഗം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ചെറിയ വാഹനത്തിൻ്റെ മുൻഭാഗമാണെന്നാണ് പറയുന്നത്. എങ്കിൽ അത് ഏത് വാഹനമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ ട്രക്ക് കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അത് ഉയർത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും നേരത്തെ സിജു തുടക്കത്തിൽ, ഇന്ന് ഈ തെരച്ചിൽ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ സിജു നൽകിയിരുന്ന വിവരങ്ങളുണ്ടായിരുന്നു. ഈ 4th, അതായത് CP4 ഈ തെരച്ചിൽ നടത്തുന്നത്. അവിടുന്ന് നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ടയറും മറ്റ് കാര്യങ്ങളും കണ്ടെത്തുന്നത്, അല്ലേ? നേരത്തെ എടുത്ത തടി മനാഫ് ലോറി ഉടമ സ്ഥിരീകരിച്ചിരുന്നു. നേരത്തെ ഈ മരത്തടി ലോറിയിൽ ഉണ്ടായിരുന്നതാണെന്ന് ട്രക്ക് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ മനാഫ് തന്നെ കൂടെ ചേരുന്നുണ്ട്. നേരത്തെ കണ്ടെത്തിയിരുന്ന മരത്തടി ട്രക്കിലുണ്ടായിരുന്നതാണെന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വന്നു. ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഉണ്ട്, ടയർ ഉണ്ട് എന്ന വിവരമാണ് ഈശ്വർ മാൽപ്പെ നൽകിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചതാണ്. ട്രക്ക് തലകീഴായിട്ട് ഒരു ട്രക്ക് അവിടെ കിടക്കുന്നുണ്ട്. അത് മാറി അവിടുന്ന് ഒരു 20-25 മീറ്റർ ദൂരം മാറിയിട്ട് വേറൊരു വാഹനം കൂടി ഉണ്ട്, അതിൻ്റെ ഭാഗം കൂടി ഉണ്ട്. അത് ഏത് വാഹനമാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കില്ല. ചെറിയ വാഹനമാണെന്നാണ് പറയുന്നത്. അത് ലോറി അല്ല എന്നുള്ളതാണ് മൂപ്പരൊരു. അത് എടുത്തു കഴിഞ്ഞാൽ അതിന് ആധികാരികമായിട്ട് ഒരു ഇത് പറയാൻ കഴിയുള്ളൂ. ഇപ്പം മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈശ്വർ മാൽപ്പനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഡ്രഡ്ജറിനകത്താണോ യോഗം നടക്കുന്നത്? അത് അതിൻ്റെ ഉള്ളിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. MLA ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ അതിൽ തീരുമാനങ്ങൾ എന്നുള്ളത്. അതായത് നമ്മളിത് നിഷ്പക്ഷമായിട്ട് ഇതിൽ തിരയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പലതും കണ്ടെത്താൻ കഴിയും. സുതാര്യത വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേരള ഗവൺമെൻറ്റിനോട് പ്രത്യേകം പറഞ്ഞത് ഒരു നോയിൽഡ് ഓഫീസറെ നിയമിക്കണം എന്നുള്ളത്. അത് 2 സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട്, 2 ഓഫീസേഴ്സിനെ വെച്ചിട്ട് ഇതിനൊരു സുതാര്യത വരുത്തണം. കാരണം ഇത് ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസാണ്.
ഞാൻ നിരന്തരം പറയുന്ന കാര്യമാണ്. പല ആളുകൾക്കും ഈ ദുരൂഹത പുറത്ത് വരണമെന്ന് ആഗ്രഹമുള്ള കുറേ ആളുകളുണ്ട്. അവർക്ക് ഇതിൻ്റെ ഉത്തരം വേണം. അതിൽ ഞാനും പെടും. എനിക്ക് ഇതിൻ്റെ ഉത്തരം വേണം. എത്ര വാഹനങ്ങളുണ്ട്, എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇതിനൊക്കെ ഒരു കണക്ക്, ശരിയായ കണക്ക് ഇല്ല. ആദ്യം പറഞ്ഞത് അർജുൻ്റെ വാഹനം മാത്രമാണ് കണ്ടെത്താനുള്ളത് എന്നാണ്. പക്ഷെ ഇന്നിപ്പോൾ പറയുന്നത് അല്പസമയം മുമ്പ് ഒരു ചെറിയ വാഹനത്തിന്റെ ഭാഗം കൂടി കണ്ടെത്താൻ കഴിഞ്ഞു എന്ന്. അങ്ങനെ അതെ, വാഹനങ്ങൾ എത്രയായി, അല്ലാതെ ഇത്ര ദിവസത്തിൻ്റെ ഇടയിൽ എത്ര വാഹനത്തിൻ്റെ മെയിൻ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഇപ്പം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 2 ഇതായി. ഈശ്വർ മൽപ്പനെ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല. ഈശ്വർ മൽപ്പ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ന് രാവിലെ എൻ്റെ ജ്യേഷ്ഠനും ഈശ്വർ മൽപ്പയും കൂടി 6 മണിക്ക് വന്നിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങിക്കുക. ഇവർ 10 മണിയാവും വരാൻ 10 മണി 12 മണിയാവും ഉദ്യോഗസ്ഥന്മാർ വരാൻ. അതിന് മുമ്പേ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. ഇവർക്ക് നിഷ്പക്ഷമായിട്ടൊരു നല്ലൊരു സ്വതന്ത്രമായിട്ടൊരു അന്വേഷണത്തിനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ രഹസ്യങ്ങളും ചുരുളഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇതിന് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതതല അന്വേഷണം തന്നെ വേണം ഈ വിഷയത്തിൽ. എന്താണ് സത്യത്തിൽ അന്ന് ഇവിടെ നടന്നതെന്നുള്ളത്, ജൂലൈ 16 ഇവിടെ എന്താ നടന്നതെന്നുള്ളത് ഇന്നെപ്പോലെ എല്ലാവർക്കും അറിയേണ്ട ആവശ്യമുണ്ട്. അത് പുറത്ത് കൊണ്ടുവരാൻ കേരള ഗവൺമെൻറ്റും ശ്രമിക്കണം. ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഇതന്നെ ഇത്രയൊക്കെ തന്നെ കേരളത്തിലെ നേതാക്കന്മാരുടെ ഇടപെടൽ കാരണമാണ് നടന്നത്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വർ മൽപ്പയെ ഡൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് മറ്റുള്ള നമ്മളെ സംഘാംഗങ്ങൾക്ക് ഇവിടെ അനുമതി കൊടുക്കണില്ല. കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ അനുമതി എത്രയും പെട്ടെന്ന് കിട്ടണം. എത്ര പെട്ടെന്ന് കാരണം അത്രയും പെട്ടെന്ന്. കാരണം ഈ ഡ്രഡ്ജർ കൂടുതൽ ദിവസങ്ങൾ ഇവിടെ നിൽക്കൂല. ഈ പണം മുടക്കിയത് സാധാരണക്കാരുടെ പണമാണ്. അതിനൊരു റിസൾട്ട് ഉണ്ടാവാനാണ് ജനങ്ങളെല്ലാവരും കാത്തു നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജനങ്ങളങ്ങോട്ടേക്ക് കുറച്ച് ആളുകളെ ആവശ്യമുള്ളത് വിട്ടു തരണം. അത് കേരള ഗവൺമെൻറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിപ്പിക്കാതെ ഈ ദുരൂഹത സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത നൽകാനാകുമോ എന്ന് ചോദിക്കൂ സിജു ഈ ഘട്ടത്തിൽ. പിന്നെ ഈ ദുരൂഹത സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോൾ ആരും നൽകുന്നില്ല. ദുരൂഹതകൾ ഇങ്ങനെ തന്നെ ഉണ്ട്. അത് ഇപ്പം ഈ ഭൂമിയിൽ ഞാൻ ആകെ വിശ്വസിക്കുന്നത് ഈശ്വർ മൽപ്പനാണ്. അദ്ദേഹത്തിനെ അത് പുറം ലോകത്തേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിഷ്പക്ഷ ആളാണ് അയാൾ. കൊണ്ടുവരാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് പുറലോകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ഈശ്വർ മൽപ്പയ്ക്കാണ്. ഈശ്വർ മൽപ്പൻ്റെ കൂടെ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ടീമും കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ രക്ഷാദൗത്യം നല്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുരുളയും. ഈ ട്രക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ട് അറിവുണ്ടോ? ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതിൻ്റെ അടിയിൽ ഉള്ള മാർക്ക് ചെയ്ത് അവിടെ കയറുകൊണ്ട് കെട്ടി വെച്ചിക്കണ് ഈ വാഹനങ്ങളൊക്കെ. ഇനി മുന്നോട്ടേക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും എന്താണ്. അജിംഷർ, എന്തായാലും ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ ട്രക്ക് ഇവിടെ നിന്ന് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഈശ്വർ മൽപ്പെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ മരത്തടി കിട്ടിയ ഭാഗത്ത് നിന്ന് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാവികസേന നേരത്തെ സോണാർ പരിശോധന നടത്തി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് 50-60 മീറ്റർ താഴെയാണ് ഇപ്പോൾ ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഭാഗത്ത് നിന്ന് അത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും. ഡ്രഡ്ജറിൽ നിലവിൽ ഒരു ക്രെയിൻ സംവിധാനമുണ്ട്. അത് മാത്രം മതിയാകുമെന്ന് തോന്നുന്നില്ല. കാരണം മണ്ണും കല്ലും മരങ്ങളും എല്ലാം തന്നെ അടിഞ്ഞുകൂടിയ നിലയിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രെയിൻ സംവിധാനം ഉൾപ്പെടെ വേണ്ടിവരും. കാരണം ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അത് അർജുൻ്റെ ട്രക്കാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഒരു ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയെന്ന് മാത്രമാണ് പറയുന്നത്. അതിന്റെ ടയർ ഭാഗം കണ്ടെത്തിയെന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരണമെങ്കിൽ അത് ഉയർത്തേണ്ടതുണ്ട്. ഉയർത്തുന്നതിന് ഏറെ ശ്രമകരമാണ്. കാരണം ശരി സിജു കണ്ണൻ, എന്തായിരുന്നാലും ഷിരൂരിൽ നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ചില സൂചനകളൊക്കെ ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ട് നൽകുന്നുണ്ട്. പക്ഷേ വ്യക്തത വരാനും ദുരൂഹതകൾ ബാക്കിയാക്കുന്നു എന്ന് തന്നെയാണ് ലോറി ഉടമ കൂടിയായ മനാഫും പറയുന്നത്. എന്തായാലും ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.